അങ്ങേക്ക് ഈ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി വേണം, അത്രല്ലേ വേണ്ടൂ? അതെ, അവിടെ ഇരിക്കൂ, ഞാനൊരു കഥ പറഞ്ഞു തരാം, അത് കേൾക്കുമെന്ന് ചോദിക്കാൻ. കഥയൊന്നും കേൾക്കപ്പം നേരമില്ല മഹർഷേ, അതിനുള്ളൊരു വഴി പറഞ്ഞു തരുമോ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ? ഒരു കഥ പറയാം, അത് അങ്ങ് കേൾക്കുമോ? ആ കഥ കേട്ട് കഴിഞ്ഞാൽ അങ്ങേക്ക് രക്ഷപ്പെടാനുള്ള വഴി അറിയാം, കേൾക്കുമോ എന്ന് ചോദിക്കാൻ. അങ്ങനൊരു കഥ പറഞ്ഞു കൊടുത്തു. അതാണ് പുരഞ്ജനോപാഖ്യാനം എന്ന പേരിൽ പ്രസിദ്ധമായത്. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, അങ്ങനെയല്ലേ കഥ ആരംഭിക്കുക? പണ്ടൊരു കുട്ടികളുടെയൊക്കെ കഥ പറയുക അങ്ങനെയാണല്ലേ. ഒരു രാജാവ് ഉണ്ടായിരുന്നു, ആ രാജാവിന് അല്ലേ എത്ര മക്കളുണ്ടായിരുന്നു. ഇവിടെ കഥ കേൾക്കണത് ആരാ? രാജാവായതുകൊണ്ട് രാജാവിൻ്റെ കഥ തന്നെ പറയാം. പുരഞ്ജനൻ എന്നാണ് അയാളുടെ പേര്. ആ രാജാവിൻ്റെ ഒരു പ്രത്യേക വിനോദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറേ കൊട്ടാരങ്ങൾ നിർമ്മിക്കുക, അതിൽ താമസിക്കുക. ഒരു കൊട്ടാരം നിർമ്മിക്കണോ, അതിൽ കുറേ നാൾ താമസിക്കണോ. ഒരു 10 കൊല്ലം താമസിക്കും, അത് ഉപേക്ഷിക്കും. മറ്റൊരു കൊട്ടാരം നിർമ്മിക്കും, അതിലൊരു ചിലപ്പോൾ 50 കൊല്ലം, ചില കൊട്ടാരത്തിൽ 100 കൊല്ലം. ചില കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് മതിയാവും. അങ്ങനെ പുരഞ്ജനൻ്റെ ധാരണ, അദ്ദേഹത്തിന് ഉള്ള കൊട്ടാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പുതിയ കൊട്ടാരങ്ങൾ വേറെ ആരെങ്കിലും പണിതിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം സഞ്ചരിച്ചു. ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തെത്തിയപ്പോൾ അവിടെ മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം കണ്ടു. 2 സ്തൂപങ്ങളിൽ നിൽക്കുന്ന കൊട്ടാരം, മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം എന്നാണ്. ആ കൊട്ടാരം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴോ എന്തൊക്കെ സൗകര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിലെന്ന് ചോദിച്ചാൽ ഒരു കണക്കുമില്ല. പല പല ഉദ്യാനങ്ങൾ, അവിടെയൊക്കെ പല ഉദ്യാനങ്ങളിൽ തടാകങ്ങൾ, അതിലൊക്കെ ധാരാളം പക്ഷികളൊക്കെ ഇങ്ങനെ വിലസനുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഉദ്യാനങ്ങൾ കണ്ടു. ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാനായിക്കൊണ്ട് അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചപ്പോൾ ഒരു 9 മാർഗം കണ്ടു എന്നാണ്. 9 ദ്വാരങ്ങളുണ്ട് ആ കൊട്ടാരത്തിന്, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ. അങ്ങനെ കൊട്ടാരം ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോഹരമായിട്ടൊരു പാട്ട് കേട്ടു അദ്ദേഹം എന്നാണ്. പാട്ട് വളരെ മനോഹരമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിലാണ് പാടുന്നത്. അപ്പം ഇത്ര മനോഹരമായിട്ടുള്ള പാട്ട് പാടുന്നവളും സുന്ദരിയാവും എന്ന് വിചാരിച്ച് ആരാണ് പാടുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയപ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഒരുത്തി പാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പെട്ടെന്ന് ആരോ തൻ്റെ കൊട്ടാരത്തിൽ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പാട്ട് നിർത്തി. നോക്കിയപ്പോൾ ഒരുത്തൻ തൻ്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നു. ആരാണങ്ങ്? ഞാൻ രാജാവാണ്, പുരഞ്ജന മഹാരാജാവാണ്. ഈ വഴിക്ക് പോയപ്പോൾ മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം കണ്ടു. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ അതിലും മനോഹരമായിട്ടുള്ളൊരു പാട്ട് കേട്ടു. അപ്പോൾ അത് ആരാ പാടുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരുത്തിയാണോ അപ്പോൾ ഇത് പാടിയത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. പാട്ട് നല്ല രസമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എനിക്കും നിനക്കും നല്ല സൗന്ദര്യമാണ്. അല്ല, ഈ കൊട്ടാരത്തെ അങ്ങേക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. എങ്കിൽ എന്നെ കല്യാണം കഴിച്ചാൽ മതി. അവൾ പറയാ. ഇയാൾക്കുണ്ടായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ്. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന് പറഞ്ഞ പോലെ. എന്തായാലും അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവളിതാ ഈ രാജാവിൻ്റെ കൈ പിടിച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ്. പാണിഗ്രഹണം കഴിഞ്ഞു ഇപ്പം തന്നെ. സാധാരണ തിരിച്ചാണ് പാണിഗ്രഹണം ഉണ്ടാവുക, അത് അതിൻ്റെ നേരെ വിപരീതമാണെന്ന് മാത്രം. അങ്ങനെ ഉള്ളിലേക്ക് കൈ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ 5 തലയിൽ സർപ്പം ഓടി വന്നു എന്ന് പറയാണ്. ഈ കൊട്ടാരത്തിൻ്റെ ധാരാളം ശത്രുക്കളുണ്ട്. ഈ കൊട്ടാരത്തെ സംരക്ഷിക്കുന്ന ഒരു സർപ്പമാണത്. 5 തലയുണ്ട്. ആ സർപ്പത്തെ കണ്ടപ്പോൾ ഇയാൾ ഭയപ്പെട്ടു. പറഞ്ഞു, സുന്ദരി പറഞ്ഞു, അങ്ങ് ഭയപ്പെടണ്ട, ഇത് ഇവിടുത്തെ ആളാണ്. ഇനിയിപ്പോൾ അങ്ങ് ഇവിടെ താമസിക്കാൻ പോവല്ലേ, ഇവിടുത്തെ ആളാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെതാ 2 പേരും കൂടിയിട്ട് ആ കൊട്ടാരത്തിൻ്റെ അകത്തേക്കാണ് പ്രവേശിച്ചു. മനോഹരമായിട്ടുള്ളൊരു രാജധാനിയിൽ വെച്ച് ധാരാളം തോഴിമാരൊക്കെ നോക്കി നിൽക്കെ ആ പുരഞ്ജന മഹാരാജാവ് അവളെ വിവാഹം കഴിച്ചു എന്ന് പറയാണ്. അത് പേരൊക്കെ വിവാഹം കഴിഞ്ഞ് എന്താപ്പം നിൻ്റെ പേര് ആദ്യം ചോദിച്ചില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അങ്ങേക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം. അങ്ങയുടെ പേര് പുരഞ്ജനൻ, എന്നാൽ എങ്ങനെ പുരഞ്ജനി എന്ന് വിളിച്ചോളൂ. അങ്ങനെ പുരഞ്ജനി എന്ന് അവൾക്ക് പേരിട്ടു. വിവാഹം കഴിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് എന്ത് ചെയ്യുകയാണെങ്കിലും എന്നോട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ എന്ന് പുരഞ്ജനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ അങ്ങനെ സുഖമായിട്ട് അവിടെ അങ്ങനെ കഴിയാണ്.